മച്ചാമാരെ, മഴക്കാലത്ത് നിങ്ങളുടെ വാർക്ക് വീടിന് ചോർച്ചയുണ്ടോ? അതിനൊരു ബെറ്റർ സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. റൂഫ് ചെക്ക് ചെയ്തിട്ട് ഇത് എത്രത്തോളം കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പരിശോധിക്കുന്നത്. ഓരോ കംപ്ലയിൻ്റ് അനുസരിച്ചാണ് നമ്മളതിൻ്റെ മെത്തേഡ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കെമിക്കൽ ആംസ്ട്രോങ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഡക്റ്റാണ്, USA പ്രോഡക്റ്റാണ്. ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ഉണ്ട്. ഇപ്പം 2 ലെയർ മുതൽ 6 ലെയർ വരെയൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. നമുക്കൊരു 40-45 വർഷം പഴക്കമുള്ള വീട് വരെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. ചില കംപ്ലയിൻ്റ് ഉള്ളിടത്ത് ചിലപ്പോൾ മേളത്തെ പ്ലാസ്റ്ററിങ് പൊട്ടിച്ച് കളഞ്ഞിട്ട് കംപ്ലയിൻറ്റ് പരിഹരിക്കാറുണ്ട്. പിന്നെ ക്രാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, വലിയ ക്രാക്കാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് വേറൊരു ഫില്ലർ ഇറക്കി വിട്ടിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് വെച്ചാൽ റൂഫ് ഫുള്ള് ക്ലീൻ ചെയ്യുക, വാട്ടർ വാഷാണ് ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം അല്ലാതെ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ ഫൈബറിൻ്റെ നെറ്റ് വിരിച്ച് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ കെമിക്കൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇതിൽ നമുക്ക് സിമെൻറ്റ് വൈറ്റ് സിമെൻറ്റ് ചെയ്യാൻ പറ്റും. എങ്കിലും ഫസ്റ്റ് ലെയറൊക്കെ നമുക്ക് സിമെൻറ്റ് ഇട്ട് ചെയ്യുന്നതാണ് കുറേ കൂടി നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ പ്രതലം സിമെൻറ്റ് കൊണ്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതിലോട്ട് ഡയറക്റ്റ് സിമെൻറ്റിൻ്റെ ഇത് കൊണ്ട് ചെയ്യുന്നത് കുറേ കൂടി നല്ലതായിരിക്കും. അപ്പോൾ അതിന് മുകളിൽ പെട്ടെന്ന് വൈറ്റ് സിമെൻറ്റ് കയറ്റി ചെയ്യുമ്പോഴും ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ക്രാക്ക് പോലെ കാണിക്കുക. അത് നമ്മൾ അടുത്ത് നോക്കുമ്പോഴേ ചിലപ്പോൾ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അടുത്ത ലെയർ കൊടുക്കുമ്പം വൈറ്റ് സിമെൻറ്റ് ഇട്ട് കെമിക്കൽ, നമ്മുടെ കെമിക്കൽ അങ്ങനെയാണ്, വൈറ്റ് സിമെൻറ്റ് ഇതിലോട്ട് മിക്സ് ചെയ്തിട്ടാണ്, ഇല്ല സിമെൻറ്റ് മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം വൈറ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10-20 ഡിഗ്രി വരെ ചൂടൊക്കെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ചെരുപ്പില്ലാതെ മേളിൽ കൂടെ നടക്കാൻ പറ്റും. നല്ല ചൂടുള്ളിടത്തും അകത്തും നല്ല കൂളിംഗ് ആയിരിക്കും. അപ്പോൾ നിലവിൽ നല്ല ചൂടുള്ളതാണെങ്കിൽ കുറേ കൂടെയൊക്കെ ചൂട് കുറയും. എത്ര നാൾ നിൽക്കും ഇതിൻ്റെ ലൈഫ്? ഇപ്പം ഞങ്ങളൊരു 10-12 കൊല്ലം വരെയൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. ഓരോ കംപ്ലയിൻ്റ് അനുസരിച്ചാണ്. കംപ്ലയിൻറ്റ് കൂടുന്നതനുസരിച്ച്, അതായത് ഭയങ്കര വലിയ പ്രശ്നമുള്ളിടത്തേക്കാണ് 10 കൊല്ലം വരെയൊക്കെ നമുക്ക് പറയാം. ഇപ്പം വീടിൻ്റെ കാലപ്പഴക്കം കൂടി നോക്കണം. അപ്പോൾ ഓരോ വീടിൻ്റെയും കാലപ്പഴക്കം അനുസരിച്ച് വ്യത്യാസം വരും. ഞങ്ങൾ കേരളത്തിൽ എല്ലായിടം ചെയ്യുന്നുണ്ട്. അപ്പതേ മഴക്കാലത്തിന് മുന്നേ നിങ്ങളുടെ വാർക്ക് വീടിനെയും ചോർച്ച ഒഴിവാക്കാൻ ഇവരെ കോൺടാക്ട് ചെയ്യുക. സ്റ്റാർ പ്ലസ് വാട്ടർ പ്രൂഫിംഗ് കേരളത്തിൽ എവിടെയും.